Hi, welcome back my channel. This is Sidi. Then this is a third part of our English beginners video. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നുള്ളത് I am a student അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്ന പോലെ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം എ സ്റ്റുഡൻറ്, ഐ ആം എ ടീച്ചർ എന്നൊക്കെയാണ് പൊതുവെ പറയുന്നുള്ളത്. അപ്പോൾ ഞാൻ പൊളിറ്റീഷ്യൻ അല്ല അല്ലെങ്കിൽ ഞാനൊരു പോലീസ്മാൻ അല്ല എന്ന് പറയുന്നുള്ളത് ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, ഐ ആം നോട്ട് എ പോലീസ്മാൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഞാനാണ് അല്ല, അപ്പോൾ ഇത് രണ്ടും കിട്ടി. അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നത് ആർ യു ആണോ, ആർ യു എ സ്റ്റുഡൻറ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ആർ യു എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണോ എന്നൊക്കെ വെർബ് വെച്ചിട്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളത് ഐ ആം, he, he's, she is, it is, we are, you are, they are. പിന്നെ അല്ല, നെഗറ്റീവ് ഫോം, ഇതൊക്കെ പോസിറ്റീവ് ഫോമാണ്. അപ്പോൾ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നുള്ളത് ഐ ആം നോട്ട് അല്ല, ഐ ആം നോട്ട്, ഈസ് നോട്ട് അല്ലെങ്കിൽ ഇസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട്. അപ്പോൾ അതിനെ ഷോർട്ടാക്കി വായിക്കുന്നതാണ് ഈസിൻറ്റ്, ഷീ ഈസിൻറ്റ്, ഇറ്റ് ഈസിൻറ്റ്. വീക്ക് പറയുന്നത് ആർ വെച്ചിട്ടാണ് പറയുന്നുള്ളത്. വി ആർ നോട്ട് അല്ലെങ്കിൽ വി ആർ ഇൻറ്റ് ഷോർട്ടായിട്ട്. യു ആർ നോട്ട്, യു ആർ ഇൻറ്റ്, ദേ ആർ നോട്ട്, ദേ ആർ ഇൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നുള്ളത് ഐ ആം കോൾഡ്, ക്യാൻ യു ക്ലോസ് ദി വിൻഡോ പ്ലീസ്. അപ്പോൾ എനിക്ക് ജലദോഷമാണ്, അപ്പോൾ ദയവായി വിൻഡോ അടയ്ക്കാമോ എന്ന് ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഐ ആം അഫ്രൈഡ് ഓഫ് ഡോഗ്സ്, പട്ടിയെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നുള്ളത് ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഡോഗ്, എനിക്ക് പട്ടിയെ പേടിയില്ല, ഇല്ലെങ്കിൽ ഐ ആം നോട്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഐ ആം 30 years old, അതിന് 32 വയസ്സായി. മൈ സിസ്റ്റർ ഈസ് 29. മൈ ബ്രദർ ഈസ് വെരി ടോൾ, എൻ്റെ ചേട്ടന് ഭയങ്കര ഹൈറ്റ് ഉള്ള ചേട്ടനാണ്. ഈ ഹിസ് എ പോലീസ്മാൻ, അയാൾ ഒരു പോലീസ്മാൻ ആണ്. ജോൺ ഈസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ്, ജോണ് പട്ടിയെ പേടിയാണ്. ഇപ്പോൾ ഈ പിക്ചർ കണ്ടില്ലേ, ഇപ്പോൾ ഈ ജോൺ ഇയാളാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ഇറ്റ് ഈസ് 10 o'clock, യു ആർ ലേറ്റ് അഗൈൻ. ഇപ്പോൾ 10 മണിയായി, നിങ്ങൾ വീണ്ടും ലേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്, ആനും ഞാനും വളരെ ഗുഡ് ഫ്രണ്ട്സ് ആണ്. യുവർ കീസ് ആർ ഓൺ ദി ടേബിൾ, നിങ്ങളുടെ കീ ടേബിളിൻ്റെ മേലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായി നെഗറ്റീവ് ഫോം എന്ന് പറയുന്നുള്ളത് ഐ ആം ടയേർഡ്, ഐ ആം നോട്ട് ഹംഗ്രി. ടോം ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ടോമിന് ഇൻട്രസ്റ്റഡ് ഇല്ല പൊളിറ്റിക്സിൽ, പക്ഷേ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, അവന് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റഡ് ആണ്. ജാൻ ഇസ് ഇൻ അറ്റ് ഹോം അറ്റ് ദി മൂമെന്റ്, ഷീ ഈസ് അറ്റ് വർക്ക്. അപ്പോൾ നമ്മൾ ഒരു ജോലി സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ ഐ ആം അറ്റ് വർക്ക് എന്ന് പറയും. അറ്റ് അതൊക്കെ പിന്നെ പഠിക്കാം. അപ്പോൾ ദോസ് പീപ്പിൾ ആർ ഇൻ ഇംഗ്ലീഷ്, ദേ ആർ ഓസ്ട്രേലിയൻ. അവർ ഇംഗ്ലീഷുകാരല്ല, അവർ ഓസ്ട്രേലിയക്കാരാണ്. ഇറ്റ് ഈസ് സണ്ണി ടുഡേ ബട്ട് ഇറ്റ് ഈസ് ഇൻ വാം. അപ്പോൾ ഇന്ന് ചൂടുള്ള ദിവസമാണ്, പക്ഷെ അത്ര ചൂടില്ല എന്ന് പറയും. ദാറ്റ് ഈസ്, ദർ ഈസ്, ഹിയർ ഈസ്, അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. താങ്ക് യു, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. താങ്ക് യു, വളരെ നന്ദി, അത് നിങ്ങളെ ഭയങ്കര ദയാലുവാണ്. ലുക്ക്, ദർ ഈസ് ക്രിസ്, അവിടെ നോക്കൂ, അവിടെ ഒരു ക്രിസ് ഉണ്ട്. ഹിയർ ഈസ് കീ, താങ്ക് യു. അപ്പോൾ ഇത് ചുവടൽ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് കീ കൊടുക്കുന്നുണ്ട്. ഹിയർ ഈസ് യുവർ കീ. അപ്പോൾ ഒരു താങ്ക് യു പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായി ഇപ്പുറത്തെ പേജ് വരുന്ന എക്സസൈസ് ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ചെയ്യണം. ഷീ ഈസ്, അതിനെ ഷോർട്ടാക്കി ഷീ ഈസ്, ദേ ആർ, ഇങ്ങനെ നമുക്ക് തന്നെ എഴുതാം. ദേ ആർ, അങ്ങനെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റുകൾ അറിയിക്കുക. ഇത് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി വളരെ പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിനും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.